സ്വന്തം കുടുംബത്തിന് തീരാ ദുഃഖം നൽകിക്കൊണ്ടാണ് മരണത്തിന് കീഴടങ്ങുന്നത് എങ്കിലും 4 ജീവിതങ്ങൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമേകിയാണ് ജെസ്ലിയ ജോൺസൺ ഈ ലോകത്തോട് വിട പറയുന്നത്. ഫെബ്രുവരി 28-ന് അങ്കമാലിയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കാൻ മരിച്ച 19-കാരിയുടെ കരളും വൃക്കയും നേത്രപടലങ്ങളുമാണ് ദാനം ചെയ്തത്. വൈപ്പിൻ എടവനക്കാട് സെന്റ് അംബ്രോസ് പള്ളിക്കടുത്തുള്ള കളത്തിപ്പറമ്പിൽ ജോൺസന്റെയും ലിമയുടെയും മകളാണ് ജെസ്ലിയ. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു. പഠനത്തിലും സ്പോർട്സിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥിനിയാണ് ജെസ്ലിയ. സർവകലാശാല തലത്തിൽ ഒട്ടേറെ മെഡലുകളും ജെസ്ലിയ നേടിയിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനത്തിൽ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് കോളേജ് ഹോസ്റ്റലിലേക്ക് നടന്നു പോകുമ്പോൾ ദേശീയപാതയിൽ അങ്കമാലി ടെൽക്ക് ജംഗ്ഷനിലാണ് ഒരു കാർ വന്ന് ഇടിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെസ്ലിയെ ഹൈവേ പോലീസ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ മാർച്ച് 3-ന് പുലർച്ചെ ജെസ്ലിയയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയുണ്ടായി. മാതാപിതാക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചതോടെ കരൾ രാജഗിരിയിൽ തന്നെ ചികിത്സയിലുള്ള ഒരാൾക്ക് നൽകാൻ തീരുമാനിച്ചു. വൃക്ക കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും നേത്രപടലങ്ങൾ അങ്കമാലി ഐ ബാങ്ക് അസോസിയേഷനും കൈമാറി. സർക്കാർ സ്ഥാപനമായ കേസ് ഓട്ടോ ആണ് നടപടികൾ ഏകോപിപ്പിച്ചത്. ഫെബ്രുവരി 22-ന് രാത്രി 7:30-ക്ക് ദേശീയപാതയിൽ അങ്കമാലി ടെൽക്ക് ജംഗ്ഷനിലായിരുന്നു അപകടം. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്ന് റോഡിൽ കിടന്ന ജെസ്ലിയെ ആശുപത്രിയിൽ എത്തിക്കാതെയാണ് ആ കാറിൽ ഉണ്ടായിരുന്ന ആളുകൾ കടന്നു കളഞ്ഞത്. പിന്നീട് ഹൈവേ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സംഭവത്തിൽ ഉൾപ്പെട്ട വാഹനം കണ്ടെത്തിയെങ്കിലും അപകടമുണ്ടാക്കിയ ഡ്രൈവർ ഡോക്ടർ സിറിയക്കിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റെ ഉടമസ്ഥയിലുള്ള മഹീന്ദ്ര XUV 700 വാഹനമാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ വാഹനം ഓടിച്ചിരുന്നത് ജോർജ് തോമസിന്റെ മകനായ ഡോക്ടർ സിറിയക് ആയിരുന്നു. അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ ഡോക്ടർ സിറിയക് അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിന് ശേഷമാണ് ആലപ്പുഴയിലെ തുറവൂരിൽ നിന്ന് മഹീന്ദ്ര XUV കാർ കണ്ടെത്താനായത്. വാഹനം നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. 19-കാരി ജെസ്ലിയ ജോൺസൺ ഇനിയും ഈ ലോകത്ത് ഉണ്ടാകും. പുതിയ ജീവൻ കിട്ടുന്ന 4 പേരിലൂടെ ജെസ്ലിയ ഇവിടെ ജീവിക്കും. അവൾക്ക് അപകടം സംഭവിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനി ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ജെസ്ലിയയുടെ സുഹൃത്തുക്കളുടെ ചോദ്യം. നമ്മുടെ റോഡുകളിലെ അമിത വേഗതയും അശ്രദ്ധയും ലഹരി ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗും ഒക്കെ അപകടങ്ങൾക്ക് കാരണമാണ്. ഈ വാഹനം ഓടിച്ചിരുന്നത് ഒരു ഡോക്ടർ ആണെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഡോക്ടർമാരിൽ ഒരാൾ വാഹനം ഇടിച്ചു വീണ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും നിൽക്കാതെ അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നത് അങ്ങേയറ്റം ക്രൂരമായ ഒരു കാര്യമാണ്. ഡ്രൈവറെ പിടികൂടാൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധം നടത്തുകയാണ്. ഇനിയൊരു ജെസ്ലിയയുടെ കൂടി ജീവൻ നഷ്ടമാകാതെ ഇരിക്കാൻ കർശനമായ ട്രാഫിക് നിയമങ്ങളും ബോധവൽക്കരണവും നമുക്ക് വളരെ അത്യാവശ്യമാണ്.